ഏതാണ്ട് 1-2 മാസം മുമ്പ് ഞാൻ കുറച്ച് ചെറുപയർ പരിപ്പും കുറച്ച് ശർക്കരയൊക്കെ വാങ്ങിച്ചു വെച്ചതാണ്. ഇത്തിരി ചെറുപയർ പായസം വെക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചു വെച്ചത്. പക്ഷേ ഇതുവരെ വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാനോർത്തു പിന്നെ ഇന്നങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പും ശർക്കരയും ശർക്കര പൊടിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ പാലെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു. 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്ത് മാറ്റി വേറെ വേറെയൊക്കെ വെച്ചു. പായസം വെക്കുമ്പം പൊതുവേ എല്ലാവരും ഒരു ചോദ്യമുണ്ട്, ഇന്നെന്താ വിശേഷം പായസമൊക്കെ വെക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ലെങ്കിലും നമുക്ക് പായസം കുടിക്കാടോ, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പായസം വെക്കാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിരുന്ന ഈ 3 സ്പാച്ചുല സിലിക്കോൺ സ്പാച്ചുലാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതെനിക്ക്. ഞാൻ ഈ അടുത്തിടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. വളരെ റേറ്റും കുറവാണ്, 100 സംതിങ് രൂപയേ എനിക്കായുള്ളൂ കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ശ്രദ്ധിച്ചത്. രാവിലെ എനിക്ക് വയ്യാതെ ഞാൻ അവിടെ കിടന്ന സമയത്ത് എൻ്റെ മക്കൾ കാണിച്ചു വെച്ച പരിപാടിയാണ്. എൻ്റെ കൈ ഫുള്ള് വരച്ച് വെച്ചേക്കുവാണ്. പരിപ്പെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് അടച്ച് വെച്ച് കേട്ടോ. ഒരു ശകല ഉപ്പും കൂടെ ഇട്ടേ. പരിപ്പ് അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെക്കാം. നമുക്ക് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തെടുക്കൽ ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. കൈ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ തേങ്ങാക്കൊത്ത് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നത് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു ചെറിയ കഷ്ണം ചുക്കും, 2-3 ഏലക്കായും ചെറിയ ജീരകവും കൂടി ഇട്ട് നല്ലപോലെ കൂടെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചതച്ചിട്ടാലും മതി. ഞാൻ പിന്നെ പിള്ളേർക്ക് ഏലക്ക ഒന്നും കടിക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേന് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 2-ാം പാൽ ഉണ്ടല്ലോ അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രഥമനല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, പായസമായിട്ട് തന്നെ കുടിക്കാനായിട്ടാണ്. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് അത് പറ്റിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പരിപ്പ് ഞാൻ ഒരുപാട് അങ്ങ് വേവിക്കത്തില്ല കേട്ടോ, എനിക്കതിന് കുറച്ച് കടിക്കുന്നതിനോടാണ് ഇഷ്ടമേ. എല്ലാം നല്ല കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കിനും 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താളിക്കാം. ഒരു പാനിലേക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. എന്നിട്ട് ആ കാഷ്യൂനട്ട് കോരി നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സെയിം നെയ്യിലോട്ട് തന്നെ ബാക്കിയുള്ള തേങ്ങാക്കൊത്തും കുറച്ച് മുന്തിരിങ്ങായും എല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ആദ്യം വറുത്തെടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ വറുത്ത് മുന്തിരിങ്ങ നല്ല വേർത്ത് വരണം. അതിന് ശേഷം നല്ല ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരും. ഇത്ര ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ പായസം. ആദ്യം തന്നെ കുറച്ചെടുത്ത് ഞാൻ ചൂടാറാൻ വെച്ചു. പായസം പോലുള്ള സാധനങ്ങളൊക്കെ തണുക്കാൻ ഇച്ചിരി താമസമാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഇതുപോലെ ചൂടാറിച്ചിട്ട് ഇതുപോലെ കോരി കൊടുത്താൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.